വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായം. ഉദാരമായ ദാനം. സഹോദരരെ, മക്കെദോനിയയിലെ സഭകളിൽ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ അവരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകി. അവർ തങ്ങളുടെ കഴിവനുസരിച്ചും അതിൽ കവിഞ്ഞും തുറന്ന മനസ്സോടെ ദാനം ചെയ്തെന്നും സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് സാധിക്കും. വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ തങ്ങളെ കൂടി ഭാഗവാക്കുകളാക്കണമെന്ന് അവർ ഞങ്ങളോട് തീവ്രമായി അപേക്ഷിച്ചു. ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല. പ്രത്യുത ആദ്യമേ തന്നെ അവർ തങ്ങളെ തന്നെ കർത്താവിൻ്റെ ദൈവത്വം അനുസരിച്ച് ഞങ്ങൾക്ക് സമർപ്പിച്ചു. അതനുസരിച്ച് തീത്തോസ് നിങ്ങളുടെ ഇടയിൽ ആരംഭിച്ചിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ ഞങ്ങൾ അവനോട് അഭ്യർത്ഥിച്ചു. നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും വിശ്വാസത്തിലും പ്രഭാഷണത്തിലും വിജ്ഞാനത്തിലും സമ്പൂർണ്ണമായ ഉത്സാഹത്തിലും ഞങ്ങളോടുള്ള സ്നേഹത്തിലും മികച്ചു നിൽക്കുന്നത് പോലെ ഈ കാരുണ്യ പ്രവർത്തികളിലും മികച്ചു നിൽക്കുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയല്ല, നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന് മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ തെളിയിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നരായിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി, തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങളെ സമ്പന്നരാക്കാൻ വേണ്ടി തന്നെ. 1 വർഷം മുമ്പേ നിങ്ങൾ അഭിലഷിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയ ഈ കാര്യം ഇപ്പോൾ പൂർത്തിയാകുന്നത് ഉത്തമമായിരിക്കുമെന്ന് ഞാൻ ഉപദേശിക്കുന്നു. നിങ്ങൾ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച സന്നദ്ധതയെ നിങ്ങളുടെ കഴിവനുസരിച്ച് പ്രവൃത്തിയിലും പ്രകടിപ്പിക്കുവിൻ. താല്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവൻ്റെ കഴിവനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കും. കഴിവില്ലായ്മ കണക്കാക്കേണ്ടതില്ല. മറ്റുള്ളവർ കഷ്ടപ്പെടരുതെന്നും നിങ്ങൾ കഷ്ടപ്പെടണമെന്നും അല്ല ഞാൻ അർത്ഥമാക്കുന്നത്. അവരുടെ സമൃദ്ധിയിൽ നിന്ന് നിങ്ങളുടെ കുറവ് നികത്തപ്പെടുന്നതിന് നിങ്ങളുടെ ഇപ്പോഴത്തെ സമൃദ്ധിയിൽ നിന്ന് അവരുടെ കുറവുകൾ നികത്തണമെന്നും അപ്രകാരം സമത്വമുണ്ടാകണമെന്നും ആണ്. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അധികം സമ്പാദിച്ചവനെ ഒന്നും മിച്ചമുണ്ടായിരിക്കുകയില്ല, അല്പം സമ്പാദിച്ചവനെ ഒന്നും കുറവുണ്ടാവുകയില്ല. തീത്തോസും സഹകാരികളും. നിങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള ആത്മാർത്ഥമായ താല്പര്യം തീത്തോസിൻ്റെ ഹൃദയത്തിൽ ഉദിപ്പിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. അവൻ ഞങ്ങളുടെ അഭ്യർത്ഥന കൈക്കൊള്ളുക മാത്രമല്ല, വളരെ ഉത്സാഹത്തോടെ സ്വമനസ്സാലെ നിങ്ങളുടെ അടുത്തേക്ക് വരികയും ചെയ്തു. സുവിശേഷ പ്രഘോഷണത്തിൽ എല്ലാ സഭകളിലും പ്രസിദ്ധി നേടിയ ഒരു സഹോദരനെയും അവനോടുകൂടെ ഞങ്ങൾ അയച്ചിട്ടുണ്ട്. മാത്രമല്ല, കർത്താവിൻ്റെ മഹത്വവും ഞങ്ങളുടെ സന്മനസ്സും വെളിപ്പെടേണ്ടതിന് ഞങ്ങൾ നിർവഹിക്കുന്ന ഈ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ സഹകാരിയായി സഭകളാൽ നിയോഗിക്കപ്പെട്ടവനാണ് ഈ സഹോദരൻ. ഉദാരമായ ഈ ദാനം കൈകാര്യം ചെയ്യുന്നതിൽ ആരും ഞങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. കർത്താവിൻ്റെ മുമ്പാകെ മാത്രമല്ല, മനുഷ്യരുടെ മുമ്പാകെയും ആദരണീയമായതേ ഞങ്ങൾ ലക്ഷ്യമാക്കുന്നുള്ളൂ. പല കാര്യങ്ങളിലും ഉത്സാഹിയാണെന്ന് ഞങ്ങൾ പലതവണ അറിഞ്ഞ ഞങ്ങളുടെ ഒരു സഹോദരനെ കൂടെ അവരോടൊത്ത് ഞങ്ങൾ അയച്ചിട്ടുണ്ട്. നിങ്ങളിലുള്ള ഉത്തമ വിശ്വാസം നിമിത്തം ഇപ്പോൾ അവൻ പൂർവോപരി ഉത്സാഹിയാണ്. തീത്തോസിനെ പറ്റി പറഞ്ഞ ഞങ്ങളുടെ ഇടയിലെ ശുശ്രൂഷയിൽ എൻ്റെ പങ്കുകാരനും സഹപ്രവർത്തകനുമാണ് അവൻ. ഞങ്ങളുടെ സഹോദരന്മാരാകട്ടെ സഭകളുടെ അപ്പസ്തോലന്മാരും ക്രിസ്തുവിൻ്റെ മഹത്വവുമാണ്. ആകയാൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസയുടെയും തെളിവ് സഭകളുടെ മുമ്പാകെ ഇവർക്ക് നൽകുവിൻ. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്നുള്ള 8-ാം അധ്യായത്തിലെ കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ ചോദിക്കാൻ പോകുന്നത്. 2 കൊരിന്ത്യർ അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്ത്? ഉത്തരം: ഉദാരമായ ദാനം. 2-ാം ചോദ്യം: 2 കൊരിന്ത്യർ അധ്യായം 8 എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: 24 വാക്യങ്ങൾ. 3-ാം ചോദ്യം: മക്കെദോനിയയിലെ സഭകളിൽ വർഷിക്കപ്പെട്ട എന്തിനെപ്പറ്റി കൊരിന്ത്യക്കാർ അറിയണമെന്നാണ് അപ്പസ്തോലൻ 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൽ ആഗ്രഹിക്കുന്നത്? ഉത്തരം: ദൈവകൃപ. 4-ാം ചോദ്യം: മക്കെദോനിയയിലെ സഭകളിൽ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് ആരറിയണമെന്നാണ് പൗലോസ്ലീഹ ആഗ്രഹിച്ചത്? ഉത്തരം: കൊരിന്ത്യക്കാർ. 5-ാം ചോദ്യം: മക്കെദോനിയക്കാർ അനുഭവിക്കേണ്ടി വന്ന തീവ്രമായ പരീക്ഷ എങ്ങനെയുള്ളതായിരുന്നു എന്നാണ് അപ്പസ്തോലൻ പറയുന്നത്? ഉത്തരം: ക്ലേശങ്ങളുടെ. 6-ാം ചോദ്യം: കൊരിന്ത്യക്കാരുടെ ഇടയിൽ ആരംഭിച്ചിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ പൗലോസ്ലീഹ അഭ്യർത്ഥിച്ചത് ആരോടാണ്? ഉത്തരം: തീത്തോസിനോട്. 7-ാം ചോദ്യം: നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന് എന്തിലൂടെ തെളിയിക്കുകയാണ് എന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൽ നിന്ന് പറയുന്നത്? ഉത്തരം: മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ.
8-ാം ചോദ്യം. ആരുടെ കൃപ നിങ്ങൾക്കറിയാമല്ലോ എന്നാണ് അപ്പസ്തോലൻ 2 കൊറിന്തോസ് 8-ാം അധ്യായത്തിൽ നിന്ന് പറയുന്നത്? ഉത്തരം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ. 9-ാം ചോദ്യം. സമ്പന്നരായിട്ടും നിങ്ങളെ പ്രതി ദരിദ്രരായത് ആരാണെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? ഉത്തരം യേശുക്രിസ്തു. 10-ാം ചോദ്യം. പരസ്പരം കുറവുകൾ നികത്തുന്നതിലൂടെ എന്തുണ്ടാകണമെന്നാണ് അപ്പസ്തോലൻ ആഗ്രഹിക്കുന്നത്? ഉത്തരം സമത്വം.